ഹായ് ഓൾ, വെൽക്കം ടു നേഴ്സിംഗ് ലെക്ചറേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പാനൽ ഡിസ്കഷനാണ്. എന്താണ് പാനൽ ഡിസ്കഷൻ? ഞാനിവിടെ രണ്ട് ഡെഫിനിഷനാണ് കൊടുത്തേക്കുന്നത്. ഡെഫിനിഷൻ എപ്പോഴും എഴുതുമ്പോഴും ഒരു ടെക്സ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഓതർ ഡിഫൈൻ ചെയ്ത ഡെഫിനിഷൻ എഴുതാൻ തന്നെ നോക്കാം. നമ്മൾ സ്വന്തമായിട്ട് എഴുതുന്നതിനേക്കാളും സ്വന്തമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ആദ്യം ഒരു ഓതർ എന്നോ അതൊരു ടെക്സ്റ്റ് എടുത്ത ഡെഫിനിഷൻ അതേപടി എഴുതുക. എന്നിട്ട് അതിനൊരു ഡീറ്റെയിൽ എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടൊരു ഡെഫിനിഷൻ വേണം എഴുതാം. എപ്പോഴും ഡെഫിനിഷൻ എഴുതുമ്പോൾ ആ ഓതറും ഏത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നതും കൂടെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം 2 മാർക്കിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ല ആ ക്വസ്റ്റ്യനകത്ത് പാർട്ടിനകത്ത് ഇപ്പം ഡെഫിനിഷന് ഒരു 2 മാർക്കാണ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം ഓതറും ആ ഡെഫിനിഷൻ ഏത് ടെക്സ്റ്റിൽ നിന്ന് എടുത്തതെന്നും കൂടെ എഴുതാണ് കൃത്യം ആ 2 മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. പാനൽ ഡിസ്കഷൻ. അപ്പം എന്താണ് പാനൽ ഡിസ്കഷൻ? എ പാനൽ ഡിസ്കഷൻ ഈസ് എ ഡിസ്കഷൻ ഇൻ വിച്ച് എ ഫ്യൂ പീപ്പിൾ ക്യാരി ഓൺ എ കോൺവെർസേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓഡിയൻസ്. ആ സുതിയിൽ നിന്ന് എടുത്തതാണ്. ദെൻ ദ പാനൽ ഡിസ്കഷൻ ഈസ് എ മെത്തേഡ് ഇസ് എ ഡിസ്കഷൻ ഇൻ വിച്ച് 4 to 8 persons qualified to talk about a topic sit and discuss a given problem in front of a large audience. സിമ്പിളായിട്ട് പറഞ്ഞാൽ പാനൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞ ഒരു ഡിസ്കഷൻ മെത്തേഡാണ്. 4 to 8 ക്വാളിഫൈഡ് പേഴ്സൺസ് ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിന് മുമ്പിലിരുന്ന് അവർ അതിനെപ്പറ്റി ആ പ്രോബ്ലത്തെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിനാണ് നമ്മൾ പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ പർപ്പസസ് നമുക്ക് നോക്കാം. പാനൽ ഡിസ്കഷൻ്റെ പർപ്പസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് സ്റ്റിമുലേറ്റ് ദ തിങ്കിങ് ആൻഡ് എൻകറേജസ് ഡിസ്കഷൻ. നമ്മുടെ തിങ്കിങ് സ്റ്റിമുലേറ്റ് ചെയ്യാനും അതുപോലെ ഡിസ്കഷൻ ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കാൻ ഈ പാനൽ ഡിസ്കഷൻ നമുക്ക് പറ്റും. ആൻഡ് ക്ലാരിഫൈ ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ്. പാനൽ ഡിസ്കഷൻ വഴി നമ്മുടെ ഐഡിയാസ്, പാനലിസ്റ്റിൻ്റെ ഐഡിയാസ് ഒക്കെ ക്ലാരിഫൈ ചെയ്യാനും അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ ക്ലാരിഫൈ ചെയ്യാനും പാനൽ ഡിസ്കഷനോട് പറ്റും. ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് ഓപ്പൺ മൈൻഡ്സ് ആൻഡ് റെസ്പെക്ട്ഫുൾ ലിസണിങ്. ഇപ്പോൾ പാനലിസ്റ്റ് ഇപ്പോൾ ഒരു പാനലിസ്റ്റ് ഇന്ന് അവരുടെ ഒപ്പീനിയൻസ് ഒരു ടോപ്പിക്കിനെ പറ്റി അവരുടെ ഒപ്പീനിയൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റ് പാനലിസ്റ്റ് എന്താണ് റെസ്പെക്ട്ഫുൾ ആയിട്ട് ലിസൺ ചെയ്തുകൊണ്ടിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ ബഹുമാനത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇൻട്രപ്റ്റ് ഒന്നും ചെയ്യാതെ അവർ പറയുന്ന മുഴുവൻ കേൾക്കാൻ നോക്കുന്നു. ദെൻ ഇറ്റ് സപ്പോർട്ട് ഗ്രൂപ്പ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആൻഡ് ഷെയറിംഗ് വ്യൂസ്. നമ്മുടെ ഗ്രൂപ്പ് ചേർന്ന് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നും അതുപോലെ നമ്മുടെ ഒപ്പീനിയൻസും വ്യൂസൊക്കെ എങ്ങനെ ഷെയർ ചെയ്യാമെന്നൊക്കെ സപ്പോർട്ട് ചെയ്യുവാണ് ഈ പാനൽ ഡിസ്കഷനിലൂടെ. ഇതാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ പാനൽ ഡിസ്കഷൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഓർഗനൈസ്ഡ് ടീച്ചിങ് അറ്റ് എ റിഫ്ലക്റ്റീവ് ലെവൽ ആൻഡ് എൻകറേജസ് പ്രോബ്ലം സോൾവിംഗ് എൻകറേജ് ചെയ്യുന്നു. ഡീപ്പൻസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ടോപ്പിക്. ഇപ്പോൾ പാനലിസ്റ്റ് അവരുടെ ഒപ്പീനിയൻസും വ്യൂസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ആ ടോപ്പിക്കിനെ പറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ എൻഹാൻസസ് ദ പ്രസൻറ്റേഷൻ സ്കിൽസ് എൻഹാൻസ് ചെയ്യുന്നു. സപ്പോർട്ട് ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനും അതുപോലെ തന്നെ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെൻറ്റിനൊക്കെ ഇത് എന്താണ് പാനൽ ഡിസ്കഷൻ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി ടൈപ്സ് ഓഫ് പാനൽ ഡിസ്കഷൻ മെയിൻലി 2 ടൈപ്സ് ആണുള്ളത്. പബ്ലിക് പാനൽ ഡിസ്കഷനും എഡ്യൂക്കേഷണൽ പാനൽ ഡിസ്കഷനും. എന്താണ് പബ്ലിക് പാനൽ ഡിസ്കഷൻ? പേര് പോലെ തന്നെ പബ്ലിക്കിന് വേണ്ടി ജനറൽ പബ്ലിക്കിന് വേണ്ടിയുള്ളതാണ് പബ്ലിക് പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലും നമ്മുടെ സോഷ്യൽ ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്താണ് പബ്ലിക് പാനൽ ഡിസ്കഷൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അൺഎംപ്ലോയ്മെൻറ്റ്, ബഡ്ജറ്റ്, പ്രൈസ് ഹൈക്കിനെ പറ്റിയൊക്കെ നമ്മൾ പബ്ലിക് പാനൽ ഡിസ്കഷനാണ് നടത്തുന്നത്. നമ്മൾ വാർത്തയിലേക്ക് ഒരു സമ്മേളനമൊക്കെ കാണാനുണ്ട്. ചില സംവാദ പരിപാടികൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് മുമ്പിൽ കുറേ പ്രതിനിധികൾ നിന്നിട്ട് ഓരോരുത്തരായിട്ട് ആ ഒരു ടോപ്പിക്കിന് ഇപ്പം പുതിയ വികസനത്തെ പറ്റിയാണെങ്കിലും ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് പബ്ലിക് പാനൽ ഡിസ്കഷൻ, പബ്ലിക്കിന് വേണ്ടിയുള്ളത്. ഇനി എഡ്യൂക്കേഷണൽ പാനൽ ഡിസ്കഷന് ആ പേര് പോലെ തന്നെ എന്താണ് എഡ്യൂക്കേഷണൽ ബന്ധപ്പെട്ടാണ്. അത് കൂടുതലും സ്കൂൾസിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് ഈ എഡ്യൂക്കേഷണൽ പാനൽ ഡിസ്കഷൻ നടക്കുന്നത്. ഇത് കൂടുതലും അക്കാഡമിക് പ്രോബ്ലംസിനെ പറ്റിയും അതുപോലെ തന്നെ കോൺസെപ്റ്റ്സിനൊക്കെ വേണ്ടിയാണ് ഇത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് പോപ്പുലേഷൻ, എഡ്യൂക്കേഷൻ, എക്സാം റിഫോം. അപ്പോൾ പുതിയതായിട്ടൊരു എന്തെങ്കിലും ഒരു പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റുഡൻസിനെ പറ്റി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉന്നയിക്കുകയാണ്, നമുക്ക് വേണ്ടത്ര ഫെസിലിറ്റീസ് ഇല്ലെന്ന് പറയും. നമ്മൾ പ്രിൻസിപ്പാളിനൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു ലെറ്റർ കൊടുക്കുമ്പോൾ പ്രിൻസിപ്പൾ എന്താ പറയുന്നത്, നമ്മളൊരു ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ളൊരു ഒപ്പീനിയൻ നിങ്ങളോട് പറയാമെന്നായിരിക്കും നമ്മളോട് പറയുന്നത്. ഇത് അവിടെ നടത്തുന്ന ഡിസ്കഷനാണ് പാനൽ ഡിസ്കഷൻ. പ്രിൻസിപ്പാളും സ്റ്റാഫും ബോർഡ് മെമ്പേഴ്സും മാനേജ്മെൻറ്റും കൂടെ ഒക്കെ നടത്തിയ ഒരു പാനൽ ഡിസ്കഷൻ നടത്തിയിട്ടായിരിക്കും അവർ നമുക്ക് അവരുടെ ഒപ്പീനിയൻ പറയുന്നത്. ഇതാണ് ടൈപ്സ് ഓഫ് പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഈ എക്സാമ്പിൾസ് റിലേറ്റ് ചെയ്ത് എന്താണ് എഡ്യൂക്കേഷണൽ പാനൽ ഡിസ്കഷൻ, എന്താണ് പബ്ലിക് പാനൽ ഡിസ്കഷൻ എന്നൊക്കെ ആ ഒരു എക്സാമ്പിൾ വെച്ച്, ഫോർ എക്സാമ്പിൾ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും എക്സാം റീഫോമിനെ പറ്റിയുള്ള ഇങ്ങനെ ഒരു എക്സാമ്പിൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഇനി എന്താണ് മെമ്പേഴ്സിൻ്റെ റോൾസ് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ടർ, മോഡറേറ്റർ, പാനലിസ്റ്റ് ആൻഡ് ഓഡിയൻസ് ആണ് ഈ പാനൽ ഡിസ്കഷൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ടറാണ് പ്ലാൻ ചെയ്യുന്നത് ആൻഡ് ഷെഡ്യൂൾ ചെയ്യുന്നത് ഈ പാനൽ ഡിസ്കഷൻ. ഈ ഇൻസ്ട്രക്ടർ ആയിരിക്കും എവിടെ, എപ്പോൾ, എങ്ങനെയാണ് പാനൽ ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. ഈ ഇൻസ്ട്രക്ടർ തന്നെയായിരിക്കും ഇത് ഷെഡ്യൂൾ ചെയ്യുന്നതും റിഹേഴ്സൽസ് ഒക്കെ ചെയ്യുന്നതും. അടുത്താണ് മോഡറേറ്റർ എപ്പോഴും ഈ ഡിസ്കഷൻ ഓൺ ട്രാക്കിലാണോ നോക്കും. ഇപ്പം നമ്മളിപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത് തന്നെയായിരുന്നു സംസാരിക്കുന്നത്. അത് അൺഎംപ്ലോയ്മെൻറ്റ് പറഞ്ഞ് വേറെ കാര്യത്തിലോട്ടൊന്നും പോകാതെ ഇപ്പം അൺഎംപ്ലോയ്മെൻറ്റാണ് സംസാരിക്കുക. അൺഎംപ്ലോയ്മെൻറ്റ് തന്നെ ആ വിഷയത്തിൽ തന്നെ നിന്ന് നമ്മൾ സംസാരിക്കാനൊക്കെ നോക്കുന്നതും അതിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതും മോഡറേറ്ററാണ്. അതുപോലെ നമ്മുടെ ഓഡിയൻസും പാനലിസ്റ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എൻകറേജ് ചെയ്യിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഡിസ്കഷൻ അവസാനം കീ പോയിന്റ്സ് സമറൈസ് ചെയ്യുന്നൊക്കെ ആയിരിക്കും ഈ മോഡറേറ്റർ ആയിരിക്കും. അതുപോലെ ഈ മോഡറേറ്ററിന് ഈ ടോപ്പിക്കിന് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്, ആ ടോപ്പിക്കിനെ പറ്റി നല്ല ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും. അത് മോഡറേറ്റർ മാത്രമല്ല, ഈ പാനലിസ്റ്റിനും ഇൻസ്ട്രക്ടറിനൊക്കെ നല്ല ഇൻഫോർമേഷൻ ഉള്ള ആളായിരിക്കണം ഈ പാനൽ ഡിസ്കഷൻ ഇരിക്കുന്നത്. അടുത്താണ്
പാനലിസ്റ്റ് എന്ന് പറയുന്നത് യൂഷ്വലി 4 തൊട്ട് 10 മെമ്പേഴ്സ് ആയിരിക്കും പാനലിസ്റ്റ് കാണുന്നത്. അവരൊരു സെമി സർക്കിളിലായിരിക്കും ഇരിക്കുന്നത്. എന്നിട്ട് അവരുടെ ടോപ്പിക്കിനെ പറ്റി അവർക്ക് ഈ പാനലിസ്റ്റ് എന്തായിരിക്കും നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഈ എക്സ്പേർട്സ് ആയിരിക്കും ഈ പാനലിസ്റ്റ് ആയിട്ട് ഇരിക്കേണ്ടത്. അടുത്താണ് ഓഡിയൻസ്. ഓഡിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓഡിയൻസ് അവർക്ക് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാം, അവരുടെ വ്യൂസും എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഓഡിയൻസിൻ്റെ ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയേണ്ട എന്ന് പറയുന്ന പാനലിസ്റ്റ് ആയിരിക്കും ഉത്തരം കൊടുക്കേണ്ടതും. അതുപോലെ ഓഡിയൻസിന് എന്തെങ്കിലും ഡൗട്ടോടെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ടതും പാനലിസ്റ്റ് ആയിരിക്കും. Then moving to the procedure of panel discussion. പാർട്ട് എ എന്ന് പറയുന്നത് പുട്ടിംഗ് എ പാനൽ ടുഗദർ, പാനൽ മെമ്പേഴ്സിനെ എന്താണ് ടുഗദർ കൊണ്ടുവരിക. പാർട്ട് ബി എന്ന് പറയുന്നത് പ്ലാനിംഗ് ദ ഡിസ്കഷൻ. പാർട്ട് സി എന്ന് പറഞ്ഞാൽ മോഡറേറ്റിംഗ് ദ ഡിസ്കഷൻ. പ്രൊസീജിയർ ഓഫ് പാനൽ ഡിസ്കഷൻ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു.